ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ പ്രേക്ഷകരും ഒന്നടങ്കം കാത്തിരുന്ന പവിത്രം സീസൺ 2 ഒരു തീരുമാനമായിരിക്കാണ് കേട്ടോ. അതായത് പവിത്രം സീരിയൽ ഇനി ഹോട്ട്സ്റ്റാറിൽ മാത്രമേ കാണാൻ സാധിക്കൂ. അതാണ് പുതിയ തീരുമാനം. ഹോട്ട്സ്റ്റാർ ഇല്ലാത്ത പ്രേക്ഷകർ എന്ത് ചെയ്യും എന്നതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് കേട്ടോ. കാരണം കൂടുതലും പ്രേക്ഷകർ എന്ന് പറയുന്നത് വീട്ടമ്മമാരാണ്. അവർക്ക് ഈ പറയുന്ന ടച്ച് ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഈ ഹോട്ട്സ്റ്റാറോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാൻ അറിയില്ല. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? അവരൊക്കെ ഈ ടി വിനെ ആശ്രയിച്ചിട്ടാണല്ലോ ഇത്രയും കാലം പവിത്രം കണ്ടത്. ഇത് വല്ലാത്തൊരു തിരിച്ചടി തന്നെ ആയിപ്പോയി. അതുമാത്രമല്ല, ഈ ഒരു തീരുമാനത്തിന് ചിലപ്പോൾ നമ്മൾ പ്രേക്ഷകരും കാരണമായേക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ ഒരു സീരിയൽ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഹോട്ട്സ്റ്റാറിൽ പോയി കാണുന്ന പതിവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സീരിയലിലെ നിർമ്മാതാക്കൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം, ഇതിപ്പോൾ നമ്മൾ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു സീരിയലിന് അത്രയും ഹൈപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഹോട്ട്സ്റ്റാറിൽ ഇട്ടാലും ആൾക്കാർ കാണും എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടായിരിക്കാം. അത് വളരെയധികം യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഈ ഒരു സീരിയലിന് കിട്ടിയ ഹൈപ്പ് ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു സീരിയലിനും കിട്ടിയിട്ടില്ല. അത്രയധികം എല്ലാവരും ഈ ഒരു സീരിയലിൽ നെഞ്ചിലേറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയത്തിന്റെ പ്രശ്നമാണെങ്കിൽ തന്നെ ഉച്ചയ്ക്ക് വേണമെങ്കിൽ സംപ്രേഷണം ചെയ്യാം, അല്ലെങ്കിൽ വൈകുന്നേരം, അല്ലെങ്കിൽ രാത്രി 10 മണിക്ക് ശേഷം. പക്ഷേ അതൊന്നും ചെയ്യാതെ നേരെ ഹോട്ട്സ്റ്റാറിൽ മാത്രം കാണാനുള്ള രീതിക്കാണ് ഈ ഒരു സീരിയലിനെ അവർ തയ്യാറാക്കിയിരിക്കുന്നത്. 2 തവണയാണ് അവർ ഈ സീരിയൽ സംപ്രേഷണം ചെയ്യുന്ന തീയതികൾ മാറ്റിയിരിക്കുന്നത്. ഇതെല്ലാം പ്രേക്ഷകർ വളരെയധികം ആകാംക്ഷയോട് കാത്തിരുന്ന തീയതികളായിരുന്നു. പക്ഷെ അതെല്ലാം മാറി മറിഞ്ഞു. ഇപ്പോൾ ഇതാ പറയുന്നു ഇനിയിപ്പോൾ നമ്മുടെ ടെലിവിഷനിൽ കാണാനേ പറ്റുന്നില്ല. എന്തായാലും വളരെയധികം ദുഃഖകരമായ കാര്യമാണ്, കൂടെ തന്നെ ഒരു ആശ്വാസമുള്ള കാര്യമാണ്. കാരണം ആ സീരിയൽ സംപ്രേഷണം ചെയ്യാതെ പോയില്ലല്ലോ, സംപ്രേഷണം ചെയ്യുന്നുണ്ടല്ലോ. വളരെ പെട്ടെന്ന് തന്നെയാണ് അവർ ഈ ഒരു സീസൺ 1 അവസാനിപ്പിച്ചിരിക്കുന്നത്. അതും അത്രയധികം ഹൃദയഭേദകമായ രീതിയിലാണ് ഈ ഒരു അവസാനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ ഈ ഒരു സീരിയലിന്റെ സീസൺ 1 സാധിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു മുറിവിന് മരുന്നേക്കാനാണ് ഈ ഒരു സീസൺ 2 വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് ഇത്രയധികം ഡിലേ ആയിട്ടുണ്ട്. ഇനിയിപ്പം എന്തായാലും ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യുന്നില്ല. പ്രേക്ഷകരുടെ മനസ്സ് എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ നമ്മുടെ സ്വന്തം വിക്രമായിട്ട് വേഷമിടുന്ന ശ്രീകാന്തും അതുപോലെ നമ്മുടെ വേദയായിട്ട് വേഷമിടുന്ന സുരഭിയും തങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാത്തിരിക്കുന്ന പോലെ നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഒരു സീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇതിങ്ങനെ ഡിലേ ആയതെന്നൊക്കെയാണ് അവർ പറയുന്നത്. നിങ്ങളെല്ലാവരും സീസൺ 1 തന്ന അതേ സപ്പോർട്ട് തന്നെ നമ്മുടെ സീസൺ 2 തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കാത്തിരിക്കുക, നമ്മൾ ഉടൻ വരുന്നതാണ് എന്നൊക്കെ അവർ തങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലൂടെ പ്രേക്ഷകരെ അറിയിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവർക്കും അറിയാം എത്രത്തോളം പ്രേക്ഷകർ ഈ ഒരു സീരിയലിൽ നെഞ്ചിലേറ്റിയിട്ടുണ്ടെന്ന്. കാരണം ഈ വർഷത്തെ ടെലിവിഷൻ അവാർഡ്സ് മൊത്തം എന്ന് പറയാം അവർക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പവിത്രത്തിനാണ് കൂടുതലും അവാർഡ്സ് കിട്ടിയിരിക്കുന്നത്. അതിൽ മികച്ച നടി സുരഭിയും മികച്ച നടൻ വിക്രമുമായി. പിന്നെ വേറെ എന്ത് വേണം ആ ഒരു സീരിയലിന്? അപ്പം അത്രയധികം ജനങ്ങൾ നെഞ്ചിലേറ്റിയൊരു സീരിയലാണല്ലോ. അപ്പോൾ ജനങ്ങളെ നിരാശപ്പെടുത്താൻ സാധിക്കില്ലല്ലോ. എന്തായാലും ഹോട്ട്സ്റ്റാറിൽ മാത്രമേ ഇനി ഈ സീരിയൽ കാണിക്കൂ എന്നുള്ള തീരുമാനത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് വളരെയധികം സങ്കടമായിട്ടുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലല്ലോ ഈ ഫോണും ഹോട്ട്സ്റ്റാറും ഒന്നും. അപ്പം അതൊരു വളരെ ഒരു സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും സീസൺ 2 അതിജീവനത്തിന്റെ കഥയായിരിക്കും. കാരണം വേദ പ്രഗ്നന്റ് ആയതുപോലും വിക്രമിന് അറിയില്ല. ആ ദുഷ്ടന്മാർ അവരെ വേട്ടയാടി അവരുടെ നല്ല സന്തോഷകരമായ ജീവിതം മൊത്തം അടിച്ചമർത്തി അവരെ രണ്ടുപേരെയും പിരിയിച്ചതാണ്. വേദയെ പറ്റി ഒന്നും അറിയാതെ, അവൾ ജീവനോടെ ഉണ്ടെന്ന് പോലും അറിയാതെ വിക്രം ജയിലഴിക്കുള്ളിൽ നരകിച്ച് ജീവിക്കുകയാണ് കേട്ടോ. വേദയാണെങ്കിലോ താൻ വയറ്റിൽ ചുമക്കുന്ന കുഞ്ഞിനെ എങ്ങനെ നോക്കും, എങ്ങനെ ഞാൻ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യും എന്നൊക്കെയുള്ളൊരു ചിന്തകളും അതുപോലെ തന്നെ ഭയവും എല്ലാം കൂടെ അവളെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്. കൂടെ അതീവ വേദന. തൻ്റെ പ്രാണനായിട്ടുള്ള തൻ്റെ വിക്രം തൻ്റെ കൂടെ ഇല്ല, അവൻ ഒറ്റയ്ക്ക് ജയിലിലാണ്. അത് അവളെ വളരെയധികം നിരാശപ്പെടുത്തുന്നുണ്ട്, അതുപോലെ അവളെ സങ്കടപ്പെടുത്തുന്നുണ്ട്. പക്ഷെ എന്തായാലും അവൾ പറയുന്നുണ്ട്, ഉറച്ച് തന്നെ പറയുന്നുണ്ട്, ഈ കുഞ്ഞിനെ ഞാൻ എന്തായാലും നോക്കും, ആരുടെ കഴുകൻ കണ്ണുകൾക്കും കൊടുക്കാതെ എൻ്റെ കുഞ്ഞിനെ ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് നോക്കുമെന്ന് അവൾ പറയുന്നുണ്ട്. അപ്പം എന്തായാലും ഇതൊരു അതിജീവനത്തിൻ്റെ കഥയായിരിക്കും. അപ്പം വിക്രമിന് വേണ്ടി അവൾ തൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കി അവനെ ഏൽപ്പിക്കും. അവർക്ക് രണ്ടുപേർക്കും കൂടെ ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെയുള്ളൊരു പ്രത്യാശയിലൂടെയാണ് കേട്ടോ അവൾ ഈ ജീവിച്ചു പോകുന്നത്. അല്ല, ജീവിച്ചു പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല, ഇനി ജീവിക്കാൻ പോകുന്നത്. കാരണം സീസൺ 2 വന്നിട്ടില്ലല്ലോ, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഓരോ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, നമുക്ക് നോക്കാം എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടാവില്ലേ എന്നുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്